വിനയചന്ദ്ര തുഗ്ലക്. വിനയചന്ദ്രൻ അത് ഞാനാണെന്ന് മനസ്സിലായി. പക്ഷേ ഈ തുഗ്ലക് ആരാണെന്ന് അറിയൂ? ഡൽഹി സുൽത്താനേറ്റിലെ രാജാവായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക് അദ്ദേഹത്തിന്റെ എല്ലാ ഭരണപരിഷ്കാരങ്ങളും മണ്ടത്തരത്തിൽ കലാശിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ബുദ്ധിമാനായ വിഡ്ഢി എന്നൊരു വിശേഷണം കൂടി ഉണ്ടായിരുന്നു. തുഗ്ലക്കിന്റെ പ്രധാനപ്പെട്ട ഭരണപരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു ഡൽഹി സുൽത്താനേറ്റിന്റെ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. 2 വർഷത്തിന് ശേഷം ദൗലത്താബാദിൽ ജലത്തിന്റെ ലഭ്യത കുറവ് മൂലം വീണ്ടും ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ റീഷിഫ്റ്റും ചെയ്യുന്നു. ഇക്കാലയളവിൽ 1500 കിലോമീറ്ററുകളിൽ അധികം യാത്ര ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ പല ആളുകൾക്കും തങ്ങളുടെ ജീവൻ വരെ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. മംഗോൾ അറ്റാക്കിനെ ചെറുത്തു തോൽപ്പിച്ചതിന് ശേഷം ഇറാഖ് ഒക്കുപ്പൈ ചെയ്യുന്നതിന് വേണ്ടി വളരെ വലിയൊരു ആർമിയെ സജ്ജീകരിക്കുന്നത്. ഇറാഖിന്റെ കണ്ടീഷൻ ബെറ്റർ ആവുന്നതിനനുസരിച്ച് മുഹമ്മദ് ബിൻ തുഗ്ലക് തന്റെ ഈ പ്ലാനിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു. ഈ വളരെ വലിയൊരു ആർമിയെ ചെലവിന് നൽകുന്നത് കൊണ്ട് തന്നെ ഡൽഹി സുൽത്താനേറ്റിന്റെ ഖജനാവ് കാലിയായിത്തീരുന്നു. ദോബ് റീജണിൽ അദ്ദേഹം ഭൂനികുതി വർദ്ധിപ്പിക്കുന്നത്. ഈ ദോബ് റീജൺ എന്നാൽ ഗംഗയ്ക്കും യമുനയ്ക്കും ഇടയിലുള്ള പ്രദേശങ്ങളായിരുന്നു. പ്ലേഗിന് ശേഷം വളരെ വലിയൊരു ക്ഷാമത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ദോബിലെ ജനങ്ങൾക്ക് ഈ ഭൂനികുതി വളരെ വലിയൊരു ബർഡനായി തീരുന്നു. ടോക്കൺ കറൻസിയുടെ ഇൻട്രൊഡക്ഷൻ. ചൈനയിൽ കുംബ്ലൈ ഖാൻ പേപ്പർ മണി ഇൻട്രൊഡ്യൂസ് ചെയ്ത അതേ മാതൃകയിലാണ് ഡൽഹി സുൽത്താനേറ്റിൽ തുഗ്ലക്ക് ഈ ഒരു ഭരണപരിഷ്കാരം കൊണ്ടുവരുന്നത്. പക്ഷേ അതിന്റെ ആവിഷ്കാരവും തെറ്റിപ്പോയത് കൊണ്ട് തന്നെ ഇതും മണ്ടത്തരത്തിൽ കലാശിക്കുന്നു. ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സുൽത്താൻമാരിൽ ഒരാളായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. പക്ഷേ ഒരു ഇൽ ഫേറ്റഡ് റൂളറായി അദ്ദേഹം തീരുന്നു. ഇതുകൊണ്ടാണ് വീണ്ടും വിചാരമില്ലാതെ അധികാരികൾ നടപ്പിലാക്കുന്ന ഭരണപരിഷ്കാരങ്ങളെ കളിയാക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ തുഗ്ലക് പരിഷ്കാരങ്ങൾ എന്നൊരു ശൈലി നിലനിൽക്കുന്നത്.